നന്നായിട്ട് വളരണമെങ്കിൽ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണിതെന്ന് മനസ്സിലാവുള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു നൈറ്റ് ഹെയർ കെയർ റുട്ടീനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കുറേ നാളുകൊണ്ട് എനിക്ക് വരുന്ന കമൻറ്റാണ് നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുമെന്ന് ചേച്ചി എന്ന് ചോദിച്ചിട്ട് ഒരുപാട് നാളുകൊണ്ട് വരുന്ന കമൻറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെയ്യാമെന്ന്. ആക്ച്വലി നൈറ്റ് ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. പിന്നെ കരുതി എന്തായാലും ഞാൻ കാണിക്കുന്നത് കുട്ടി കുട്ടി കാര്യങ്ങളായിരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയും, രണ്ടെന്ന് പറഞ്ഞാൽ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസത്തെ വീഡിയോയും. അങ്ങനെ രണ്ടായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ എല്ലാ ദിവസവും മിക്ക ദിവസവും ഹെയർ രാവിലെ ആയിരിക്കും വാഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവനിങ് ടൈമിലായിരിക്കും വാഷ് ചെയ്യുന്നത്. അപ്പം രാത്രി ആകുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് നന്നായിട്ട് ഡ്രൈ ആവും. സോ അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും ഞാൻ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം എന്താണോ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഹെയർ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാം. നാച്ചുറലി ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തും ഹെയർ വാഷ് ചെയ്യാത്ത സമയത്തും രണ്ട് രീതിയിലാണ് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിക്ക ദിവസവും ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ഈവനിങ് ടൈമിലൊക്കെയാണ്. അപ്പോൾ അതൊരു 3-4 മണിക്കൊക്കെ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഹെയർ വാഷ് ചെയ്യും. ആ സമയത്ത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഹെയർ നന്നായിട്ടങ്ങ് ഡ്രൈ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങും, ഹെയർ നന്നായിട്ട് ഉണങ്ങും. അപ്പോൾ ഹെയർ വെറ്റായിട്ടല്ല ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വെറ്റായിട്ട് ഇരിക്കാത്തത് കൊണ്ട് തന്നെ രാത്രി സമയത്ത് ഞാൻ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം എന്താണോ ചെയ്യുന്നത് അതായിരിക്കും കൂടുതൽ ദിവസവും ഞാൻ ചെയ്യുന്നത്. മിക്ക ദിവസവും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ നൈറ്റ് ടൈമിൽ ഹെയറിൽ സെറം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഹെയർ സെറത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ സെറത്തിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, എന്താണ് ഹെയർ സെറം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹെയർ സെറത്തിൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഹെയർ സെറം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് വീഡിയോ ഏതാണോ അതാണ് ഹെയർ സെറത്തിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അത് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഹെയർ സെറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകിട്ട് സമയത്ത് അല്ലെങ്കിൽ രാവിലെ സമയത്ത് ഹെയർ വാഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് നന്നായിട്ട് ഹെയർ അങ്ങ് വെറ്റായിട്ട് മാറും. ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർ സെറം രാത്രി യൂസ് ചെയ്യും. കാരണം വെറ്റായിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ നല്ല നനവുള്ള ഹെയറിൽ ഒരിക്കലും ഹെയർ സെറം യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുന്നേ ഹെയർ നന്നായിട്ട് ഉണക്കി നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തതിന് ശേഷം ഹെയർ സെറം യൂസ് ചെയ്തതിന് ശേഷമാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണമെന്ന് മുന്നേ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇന്ന കറക്റ്റ് ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ഇത് യൂഷ്വലി ചില ദിവസങ്ങളിൽ മറന്നു പോകാറുണ്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലാതെ എല്ലാ ദിവസവും ഈ ഒരു രീതിയിൽ പ്രോസസ്സ് കറക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ വിട്ടു പോകാറുണ്ട്. അപ്പോൾ നിങ്ങളത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും കേട്ടോ. ട്രസ്റ്റ് മീ, നന്നായിട്ട് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കണം, എല്ലാ ദിവസവും ചെയ്യാൻ നോക്കണം. ചില ദിവസങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, മടി പിടിച്ചുള്ള ദിവസങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ഈ ഒരു രീതിയിൽ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 3 ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്ന്, ഹെയർ നന്നായിട്ട് വളരാൻ സഹായിക്കും. അതുപോലെ ഹെയറിന് നീളം വയ്ക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ഹെയർ ഫോള് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ മെത്തേഡ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നന്നായിട്ട് ഹെയർ ഫോള് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റത്തെ കാര്യം, ഹെയർ ഫോള് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെയർ റീഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മുടിക്ക് നീളം വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുടി നീളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മസാജിങ് ഇതിൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ചെയ്യാൻ നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാം എന്ത് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ എങ്ങനെയാണെന്ന് കാണാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഇനി പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഹെയർ വാഷിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാത്രി കുളിക്കുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് ഹെയർ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഞാനൊരു ടവൽ വെച്ചിട്ട് ഹെയറിൽ നന്നായിട്ട് ഒപ്പിയാണ് എടുക്കുന്നത്. അതല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തോർത്തി അങ്ങ് എടുക്കുകയല്ല ചെയ്യുന്നത്. നന്നായിട്ട് ഒപ്പി എടുത്തതിന് ശേഷം അതേ ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കെട്ടി വയ്ക്കും. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വെറ്റായിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, വെള്ളം അതിലേക്ക് പിടിക്കുന്നതിന് സഹായിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ജസ്റ്റ് ഒന്നിങ്ങനെ തോർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടുന്നതിന് സഹായിക്കും. ഫാനിൽ
തന്നെയാണ് ഞാൻ ഉണക്കിയെടുക്കുന്നത്, അല്ലാതെ വേറെ വേറെ സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. നോർമലി നമുക്ക് നാച്ചുറലായിട്ട് തന്നെയാണ്. പിന്നെ കൈ വെച്ചിട്ട് നിങ്ങൾ ഉടക്കറുക്കുക എന്ന് തന്നെയാണ് എല്ലായിടത്തും പറയുന്നതിന് ചോദിക്കുന്നത്, ജട മാറ്റുക എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ കൈ വെച്ച് തന്നെ ഇത് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ ചെയ്യണം. മുടി പൊട്ടിച്ചെടുക്കരുത്, ആവേശം കാരണം മുടി പൊട്ടിച്ചെടുക്കരുത്. ഇപ്പം ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ കാണിക്കുന്നുണ്ട്. പതുക്കെ വേണം മുടി ഓരോന്നായിട്ട് എടുത്ത് ഇത് ചെയ്യണം. നമ്മുടെ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ എന്തായാലും ആവശ്യമാണ്. ക്ഷമയുള്ളവർ മാത്രം ചെയ്യും. ഇപ്പം നോക്കിയോ, നമുക്ക് കുറച്ച് മുടി വന്നിട്ടുണ്ട്, കുറച്ച് മുടി ഇങ്ങനെ പൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് പിന്നിൻ്റെ ഈ വലിപ്പം കൂടിയ ഇതുപോലെ കൂടിയ ഒരു ചീപ്പ് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഈ ചീപ്പ് തന്നെ എടുക്കണം. അതായത് നിങ്ങൾക്ക് വുഡിൻ്റെ ചീപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നിൻ്റെ വലിപ്പം കൂടിയതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അടുപ്പിച്ചുള്ളത് എടുക്കരുത്. ഇത് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ഹെയർ നന്നായിട്ട് ഉടക്ക് മാറ്റുക, അതിൻ്റെ ജടയൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാരണം ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് ക്ലീനാക്കി എടുക്കാവൂ. നല്ല വെറ്റായിട്ടിരിക്കുന്ന ഹെയറിൽ ഇങ്ങനെ ഇട്ട് കിടന്ന് ചീപ്പൊക്കെ വെച്ച് ചീവി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊഴിഞ്ഞ് വരാനുള്ള സാധ്യത. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നന്നായിട്ട് ഹെയർ കുറച്ച് മാത്രമേ പൊഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ ഹെയർ ഫോൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് കുറച്ച് കുനിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി നീളം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത സംഭവമാണ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് വകുപ്പെടുക്കുക. നിങ്ങൾ വകച്ചിലെടുക്കുക എന്ന് പറയില്ലേ, മുടിയുടെ വകച്ചിലെടുക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുക. അതായത് ഒരു ദിവസം നിങ്ങൾ ഒരു സൈഡാണ് വകുപ്പെടുക്കെങ്കിൽ പിറ്റേ ദിവസം വേറൊരു സൈഡ് എടുക്കുക. അങ്ങനെ എടുക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നെറ്റ് കെയറിൽ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതായത് ഒരു സൈഡിലുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സാധിക്കും. മുടി ഹെയർ ഫോളിൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുടി പിന്നീടാം. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുടി ചുറ്റിക്കെട്ടി വെക്കുക എന്നുള്ള മാത്രമേ ചെയ്യുള്ളൂ. ഡ്രൈ ആയ ഹെയർ മാത്രമേ ചുറ്റിക്കെട്ടി വെക്കാവൂ. നിങ്ങൾക്ക് എന്നിട്ട് മുടി ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കുക. അങ്ങനെ കെട്ടിവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവും. അതുപോലെ ഡാൻഡ്രഫിൻ്റെ അളവ് കൂടും. അതേപോലെ തന്നെ മുടിയുടെ ഭയങ്കരമായിട്ട് സ്മെല്ല് വരും. പിന്നെ അതുപോലെ ഇൻഫെക്ഷൻ പോലെ എന്തെങ്കിലുമൊക്കെ തലയിൽ വരും. അത് തലയിൽ ചൊറിച്ചിലിന് കാരണമാവും. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയർ മാത്രം കെട്ടിവെക്കാൻ നോക്കുക. എന്തൊക്കെ ചെയ്താലും ഡ്രൈ ആയിട്ടുള്ള ഹെയർ മാത്രമേ കെട്ടിവെക്കാവൂ. ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസത്തെയാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ കൈവച്ച് നന്നായിട്ട് ഉടക്കറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ കോമ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ചീവി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം ഹെയർ ഫോൾ ഇത്ര വരില്ല. ഇങ്ങനെ നിങ്ങൾ ഈ രീതിയിലാണ് മുടിയുടെ ജട മാറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിട്ടിരിക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സെറമാണ്. കുറച്ച് സെറം മാത്രമേ ഉപയോഗിക്കാവൂ. ഓവറായിട്ട് കുളിക്കാനല്ല ഞാൻ പറഞ്ഞത്. സെറം യൂസ് ചെയ്ത് കുളിക്കാനല്ല പറഞ്ഞത്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുനിഞ്ഞ് നിന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. തലമുടി ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നീളം വയ്ക്കാത്തവരുടെ കാര്യമാണ് എടുത്ത് പറയുന്നത്. നന്നായിട്ട് മുടി നീളം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരു 4-5 ഇഞ്ചെങ്കിലും നിങ്ങൾക്ക് കൂടിയിരിക്കും. അത്രയ്ക്കും നല്ല സൂപ്പറാണ്. ഇങ്ങനെ കുനിഞ്ഞിന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ. ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. കാരണം എൻ്റെ മുടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ നോർമലായിട്ട് ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാരച്യൂട്ടിൻ്റെ എണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കട്ടിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എറുമ്പൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ നിന്ന് അടിയൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡ് ആവില്ല എണ്ണ. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് വകച്ചിലെടുക്കുകയാണ്. വേറൊരു സൈഡാണ് ഇപ്പോൾ വകുപ്പെടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നെറ്റ് കയറലൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സൈഡ് മാത്രം വകുപ്പെടുന്ന ആ സൈഡ് മാത്രം ഇങ്ങനെ നെറ്റ് കയറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീടാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ട കെട്ടി ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്ലിപ്പ് വലത്തെ സൈഡിലോ ഇടത്തെ സൈഡിലോ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ തട്ടി നിൽക്കും, തലവേദന എടുക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഇതിലുപരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.